ഐ+ൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ അറ്റൻഷൻ, സെൻസേഷൻ, പെർസെപ്ഷൻ എന്ന് പറയുന്ന HSST സൈക്കോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷനാണ് മോഡൽസ് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Early selection theories of attention proposes that information is filtered based on option A, meaning of the stimulus, option B, emotional relevance, option C, physical characteristics of the stimulus, and option D, മെമ്മറി അസോസിയേഷൻ. ഏതായിരിക്കും? നമുക്കറിയാം അറ്റൻഷനിൽ ഏർലി സെലക്ഷൻ തിയറീസും ഉണ്ട്, ലേറ്റ് സെലക്ഷൻ തിയറീസും ഉണ്ട്. എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്? എവിടെയാണ് ബോട്ടിൽ നെക്ക് വന്നിരിക്കുന്നത്, വെയർ ദേ പ്ലേസ് ദ ബോട്ടിൽ നെക്ക്, അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ അറ്റൻഷൻ്റെ തിയറീസിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചത്. അപ്പം അതിൽ ഏർലി സെലക്ഷൻ തിയറീസിൽ എന്തിൻ്റെ ബേസിസിലാണ് ആ ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? മീനിങ്ങിൻ്റെ ബേസിസിലായിരിക്കും? അത് ഇമോഷണൽ റിലവൻസ് ആണോ, അതോ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ, മെമ്മറി അസോസിയേഷൻ ആണോ? ഏതായിരിക്കും? നമുക്ക് ആൻസറിലേക്ക് പോവാം. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് അല്ലേ. നമുക്കറിയാം ഏർലി സെലക്ഷൻ തിയറി കൊണ്ടുവന്നത് ബ്രോഡ്ബാൻഡ് ആണെന്ന് നമുക്കറിയാം. ബ്രോഡ്ബാൻഡ് തിയറിയുടെ പ്രത്യേകത, ഒരു സെൻസറി സ്റ്റോറിൽ നിന്നും ഇൻഫർമേഷൻ എങ്ങോട്ട് പോവും? ഒരു സെലക്റ്റീവ് ഫിൽറ്ററിലേക്ക് പോവും. ആ സെലക്റ്റീവ് ഫിൽറ്റർ കഴിഞ്ഞാൽ ഉടനെ ഒരു ബോട്ടിൽ നെക്ക് ഉണ്ട്. ആ ബോട്ടിൽ നെക്ക് വഴി ഇൻഫർമേഷൻ ഹയർ ലെവൽ പ്രോസസ്സിങ്ങിലേക്കും അവിടെ നിന്ന് വർക്കിംഗ് മെമ്മറിയിലേക്കും പോകുമെന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചില്ലേ. അതേ തിയറിയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് എന്താണ്? നമ്മുടെ സെലക്റ്റീവ് ഫിൽറ്റർ എല്ലാത്തിനെയും ഫിൽറ്റർ ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് അനുസരിച്ചിട്ടായിരിക്കും. നമ്മൾ ഒരുപാട് നോട്ട്സ് പഠിക്കുമ്പോൾ നോട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാറില്ലേ, ആ അറ്റൻഷൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്? അതൊരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാലും മതി. അപ്പം നമ്മുടെ ഏർലി സെലക്ഷൻ തിയറീസ് പറയുന്നത് നമ്മൾ എങ്ങനെ ഇൻഫർമേഷനെ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നു? ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്റ്റിമുലസ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് തിയറി എക്സ്പ്ലെയിൻ വൈ അൺഇൻറ്റൻഡഡ് ഇൻഫർമേഷൻ ക്യാൻ സംടൈംസ് സ്റ്റിൽ ബി പ്രോസസ്ഡ് ഫോർ മീനിങ്? ചില സമയത്ത് അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പോലും ഹയർ ലെവൽ പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന തിയറി ഏതാണ്? ഓപ്ഷൻ എ, ബ്രോഡ്ബാൻഡ് ഫിൽട്ടർ തിയറി, ഓപ്ഷൻ ബി, ത്രേസിമാൻ അറ്റനുവേഷൻ തിയറി, ഓപ്ഷൻ സി, ഫിച്ചർ ഇൻ്റഗ്രേഷൻ തിയറി, ആൻഡ് ഓപ്ഷൻ ഡി, ജസ്റ്റാൾഡ് തിയറി. ഏതായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ത്രേസിമാൻസ് അറ്റനുവേഷൻ തിയറി. എന്തായിരുന്നു ഈ തിയറിയുടെ ഒരു പ്രത്യേകത? ഏർലി സെലക്ഷൻ തിയറി വന്നു, അല്ലെങ്കിൽ ഏർലി ഫിൽറ്റർ മോഡൽസ് വന്നു, ലേറ്റ് ഫിൽറ്റർ മോഡൽസും വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മിഡിൽ നിന്നുകൊണ്ട് വന്നതാണ് ത്രേസിമാൻ്റെ അറ്റനുവേഷൻ തിയറി. ഇതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ടേം ഏത് തന്നെയാണ്? അറ്റനുവേഷൻ തന്നെയാണ്. അറ്റനുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇൻഫർമേഷൻസും ഹയർ ലെവൽ പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഈവൻ അറ്റൻഡഡ് ആയാലും അൺഅറ്റൻഡഡ് ആയാലും രണ്ടും എന്തിലേക്ക് പോകും? ഹയർ ലെവൽ പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യും? അതിൻ്റെ ആ സ്ട്രെങ്ത് അങ്ങ് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? അങ്ങ് കുറഞ്ഞു പോയിട്ട് ഹയർ ലെവൽ പ്രോസസ്സിങ്ങിലേക്ക് പോകും. ഇപ്പോൾ ബ്രോഡ്ബാൻഡിൻ്റെയൊക്കെ ഏർലി ഫിൽറ്റർ മോഡൽ പറയുന്നത് അറ്റൻഡ് ചെയ്യാത്ത ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുന്നു എന്നാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യില്ല? ഫിൽട്ടർ ഔട്ട് ചെയ്ത് ഫുള്ളി വേണ്ട, നീ വരണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കി വിടും എന്നാണ് ബ്രോഡ്ബാൻഡിൻ്റെ ഫിൽറ്റർ തിയറി പറയുന്നത്. പക്ഷേ ത്രേസിമാൻ്റെ അറ്റനുവേഷൻ തിയറി അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ വരുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യും? അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ സ്ട്രെങ്ത് കുറച്ച് ഹയർ ലെവൽ പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. The neurological organization of attention mainly involve which brain network? ഏത് ബ്രെയിൻ നെറ്റ്വർക്കാണ് നമ്മുടെ ഒരു ന്യൂറോളജിക്കൽ ഓർഗനൈസേഷൻ ഓഫ് അറ്റൻഷനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അറ്റൻഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബ്രെയിനിൻ്റെ ഏരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ലിംബിക് സിസ്റ്റം, ഓപ്ഷൻ ബി, റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ സി, സെറിബെല്ലം, ആൻഡ് ഓപ്ഷൻ ഡി, ഹിപ്പോക്യാമ്പസ്. ഏതായിരിക്കും? ആൻസർ ഈസ് ഓപ്ഷൻ ബി, റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ലിംബിക് സിസ്റ്റം നമുക്കറിയാം, അത് ഒരു ഏരിയ അല്ല, ഒരുപാട് ഏരിയാസ് ചേർന്നുകൊണ്ട്, ഇപ്പോൾ അമിഗ്ഡാല പോലത്തെ, ഹിപ്പോക്യാമ്പസ് പോലത്തെ, സിംഗുലേറ്റ് ഗൈറസ് പോലത്തെ ഒരുപാട് ഏരിയാസ് ചേർന്ന് വരുന്നതാണ് ഏത്? ലിംബിക് സിസ്റ്റം. നമ്മുടെ ഇമോഷൻ, മെമ്മറി, ഇതിലെല്ലാം സിഗ്നിഫിക്കൻ്റ് ആയ റോൾ ഉള്ള ഒരാളാണ് നമ്മുടെ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്.
ബി നമ്മുടെ ഉത്തരം റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിലുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെയാണ് നമ്മൾ റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എറോസോൾ, അറ്റൻഷൻ, കോൺഷ്യസ്നെസ് ഒക്കെ പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിന് ഉള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെയാണ് അറ്റൻഷനുമായി ഏറ്റവും ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? നമ്മുടെ റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റമാണ്. അടുത്ത ഓപ്ഷൻ സിയിലേക്ക് പോയാൽ സെറിബെല്ലം. സെറിബെല്ലം നമുക്കറിയാം അല്ലേ, ഇറ്റ്സ് ലിറ്റിൽ ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ പോലെ തന്നെ ഉള്ള ഒരു ഏരിയ ആണ്. ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മളുടെ ബാലൻസ് കീപ്പ് ചെയ്യാൻ, ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ ഡി ഹിപ്പോക്യാമ്പസ്. നമ്മുടെ മെമ്മറി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന, എസ്പെഷ്യലി ലോങ് ടേം മെമ്മറിയുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഹിപ്പോക്യാമ്പസ്. മെമ്മറി എന്ന് കണ്ടാൽ ആദ്യം ഹിപ്പോക്യാമ്പസ് വേണം നമ്മുടെ മനസ്സിലേക്ക് വരാൻ. അപ്പോൾ അറ്റൻഷനുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏരിയ ഏതാണ്? റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആണ്. നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഏരിയാസും പറഞ്ഞിരുന്നു. എക്സാമിന് വരുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്തത് സൈക്കോഫിസിക്സ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വെബേഴ്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് ഈസ് എ കോൺസ്റ്റന്റ് ഫോർ ഓൾ സ്റ്റിമുലൈ, ബി പ്രൊപ്പോർഷണൽ ടു സ്റ്റിമുലസ് ഇന്റൻസിറ്റി, സി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദി ഇന്റൻസിറ്റി ആൻഡ് ഡി ഇൻഡിപെൻഡന്റ് ഓഫ് പെർസെപ്ഷൻ. ഏതായിരിക്കും ആൻസർ? ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസിനെ വെബേഴ്സ് ലോ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് വെബേഴ്സ് ലോ എന്ന് ചിന്തിക്കുക, അതിലെ ഇക്വേഷൻ ഓർക്കുക, അപ്പോൾ ആൻസറിലേക്ക് എത്തും. ഏതായിരിക്കും ഉത്തരം? ഇതായിരുന്നു ഉത്തരം. ഉത്തരം കണ്ടാലോ, ഇറ്റ്സ് ആൻസർ ബി പ്രൊപ്പോർഷണൽ ടു സ്റ്റിമുലസ് ഇന്റൻസിറ്റി എന്നുള്ളതാണ്. നമുക്കറിയാം സൈക്കോഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഫെച്ച്നർ കൊണ്ടുവന്ന, അതായത് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഏരിയ ആണ് സൈക്കോഫിസിക്സ് എന്ന് പറയുന്നത്. ഈ സൈക്കോഫിസിക്സ് ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സയന്റിഫിക് സ്റ്റഡിയാണ്. ഫിസിക്കൽ സ്റ്റിമുലസും അതേപോലെ തന്നെ അവരുടെ സെൻസറി എക്സ്പീരിയൻസും എങ്ങനെയാണ്. ഇപ്പം നമുക്കൊരു ഫിസിക്കൽ സ്റ്റിമുലസ്, ഞാൻ നിങ്ങൾക്കൊരു അടി തരികയാണ്. ആ അടി എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ എക്സ്പീരിയൻസ്, സെൻസറി എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ആ ഫിസിക്കൽ സ്റ്റിമുലസ് എങ്ങനെയാണ്, ഇവർ തമ്മിലുള്ള ഒരു ബന്ധം പഠിക്കുന്ന ഒരു ഫീൽഡാണ് സൈക്കോഫിസിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സൈക്കോഫിസിക്കൽ മെത്തേഡ്സും ഒക്കെ വന്നിട്ടുണ്ട് നമുക്കറിയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് ആണ് ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ത്രഷോൾഡ്, അബ്സല്യൂട്ട് ത്രഷോൾഡ് എന്നൊക്കെ പറയുന്നത്. എന്താണ് ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അതായത് നമുക്കറിയാൻ പറ്റുന്ന ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ടു സ്റ്റിമുലസ്, രണ്ട് സ്റ്റിമുലസ് തമ്മിൽ നമുക്കറിയാൻ പറ്റുന്ന ഏറ്റവും ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു ക്ലാസ്സിൽ അല്ലേ. നമ്മൾ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ ഷുഗർ കുറവാണെന്ന് മനസ്സിലായി. അടുത്ത സ്പൂൺ ഷുഗർ ഇട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും നോക്കാൻ നമുക്ക് മനസ്സിലാവും ഷുഗർ കൂടിയിട്ടുണ്ട്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ത്രഷോൾഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ലൈറ്റ് കത്തുകയാണ്, ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലേ? വി ക്യാൻ കമ്പയർ ദാറ്റ് അല്ലേ. ആ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസിനെ എങ്ങനെയാണ് വെബേഴ്സ് ലോ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്റ്റിമുലസ് ഇന്റൻസിറ്റി. ഐ എന്ന് പറയുന്ന സ്റ്റിമുലസിന്റെ റിയൽ ഇന്റൻസിറ്റി അല്ലേ. ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റിമുലസിന്റെ റിയൽ ഇന്റൻസിറ്റി ഐ. ആ ഐ എന്ന് പറയുന്നത് ഡെൽറ്റ ഐക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഐ എന്ന് പറയുന്നത് സ്റ്റിമുലസിന്റെ ഒറിജിനൽ ഇന്റൻസിറ്റി ആണ്. ഒറിജിനൽ ഇന്റൻസിറ്റി, ആ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ ഐ എന്ന് പറയുന്ന ഡിഫറൻസ് ത്രഷോൾഡിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ എന്താ ചെയ്തത്? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ വെബേഴ്സ് ലോ എങ്ങനെ മാറി? കെ ഐ ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ ഐ എന്ന് മാറി. ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ വീഡിയോയിൽ നന്നായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി വേണമെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു സ്റ്റിമുലസ് ഇൻറ്റൻസിറ്റി. നമ്മുടെ സ്റ്റിമുലസിൻ്റെ ഇൻറ്റൻസിറ്റിയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്ത് പറയുന്നത് അറ്റൻഷൻ, സെൻസേഷൻ, പെർസെപ്ഷൻ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ. നമുക്ക് ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്ട് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.